കോളേജ് ആശുപത്രിയിലെ അപകട മരണത്തിന് പിന്നാലെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്താണ് പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചത്. ബിനിൽ ലീല സാബു ചേരുന്നു വിവരങ്ങളുമായി. ബിനിൽ, കഴിഞ്ഞ ദിവസം മുതൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ആരോഗ്യമന്ത്രിക്കെതിരെ, സർക്കാരിനെതിരെ ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ ഈ വാർത്തയുടെ? ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം. ഇന്നലെ ഉൾപ്പെടെ ആരോഗ്യമന്ത്രി വസതിയിലേക്ക്, പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി ഓഫീസിലേക്ക് അടക്കം വലിയ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. ഇതിൽ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അതിന് മുന്നോടിയായി പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. നേരിയ സംഘർഷമൊക്കെ ഉണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ കരിങ്കൊടി പ്രതിഷേധം, മന്ത്രി വഴിയിൽ തടയൽ തുടങ്ങിയ സമരങ്ങളൊക്കെയാണ് പ്രതിപക്ഷ സംഘടനകൾ തീരുമാനിച്ചിട്ടുള്ളത്. അവരത് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. ഈ സാഹചര്യത്തിലാണ് മന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചത്. ഇന്ന് രാവിലെയാണ് മന്ത്രി ഇവിടേക്ക്, തലസ്ഥാനത്തേക്ക് മടങ്ങിയെത്തിയത്. ഇന്ന് പുലർച്ചെയാണ് എത്തിയത്. ഇന്നലെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് മന്ത്രിയെ കൊട്ടാരക്കരയിലെ ആശുപത്രിയിൽ പ്രവേശിച്ചതും തുടർന്ന് പുലർച്ചെയാണ് ഇവിടേക്ക് എത്തിയത്. ഇന്ന് രാവിലെ മുതൽ വലിയ സുരക്ഷ മന്ത്രിക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരുന്നു. ഇന്ന് രാവിലെ മന്ത്രിയുടെ പ്രതികരണം തേടാൻ നമ്മൾ ചെന്നപ്പോൾ തന്നെ വലിയ സുരക്ഷയാണ് അവിടെ ഉണ്ടായിരുന്നത്. മാത്രമല്ല, മന്ത്രി ആ സമയത്ത് പ്രതികരിക്കാനും തയ്യാറായിരുന്നില്ല. തുടർന്ന് വലിയ പോലീസ് സുരക്ഷാ സംവിധാനത്തിലാണ് അനക്സിലേക്ക്, അതായത് സെക്രട്ടേറിയറ്റിലെ മന്ത്രിയുടെ ഓഫീസിലേക്ക് വീണ ജോർജ് എത്തിയത്. ഇപ്പോൾ ഈ അനക്സിന് മുമ്പിലും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. നേരത്തെ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ പ്രതിഷേധം ഭാരതാംബ വിഷയത്തിൽ കടുപ്പിച്ചിരുന്നു. ആ ഘട്ടത്തിൽ മന്ത്രിക്ക് സുരക്ഷ ഒരുക്കിയിരുന്നു. സമാനമായ വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല, മന്ത്രി പങ്കെടുക്കുന്ന പൊതുപരിപാടികളിലും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കാൻ തന്നെയാണ് തീരുമാനം. എന്തായാലും നിലവിൽ അത്തരം സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രതിഷേധ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് പോലീസും സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ സുരക്ഷ കൂടുതൽ ഒരുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കാൻ തന്നെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ലക്ഷ്മി, ബിനിൽ, മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അവരുടെ ആരോഗ്യസ്ഥിതി അടക്കമുള്ളവ എങ്ങനെയാണ്? ആരോഗ്യസ്ഥിതി അധികം പ്രശ്നമില്ല എന്നാണ് അറിയുന്നത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അവിടെ ചികിത്സ നൽകിയിരുന്നു. അതിനുശേഷമാണ് പുലർച്ചെ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടത്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മന്ത്രി ഓഫീസും അറിയിക്കുന്നത് കാര്യമായ പ്രശ്നങ്ങളില്ല എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ മന്ത്രി ഓഫീസിലേക്ക് എത്തിയത്. ഇന്ന് ഏകദേശം 9:30 കൂടി ഔദ്യോഗിക വസതി തൈക്കാട് ഹൗസിൽ നിന്നും അവർ സെക്രട്ടറിയിലെ അനക്സ് 2ലേക്ക്, അവരുടെ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളില്ല. ആ ഘട്ടത്തിലാണ് കൂടുതൽ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള പോലീസിന്റെ ഒരു തീരുമാനവും ഉണ്ടായത്. ഇന്നലെ അടക്കം കടുത്ത പ്രതിഷേധം, പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ഈ പ്രതിപക്ഷ സംഘടനകൾ എടുത്തു കാട്ടുന്നത് മന്ത്രിയുടെ ഇന്നലത്തെ മാധ്യമങ്ങൾ നൽകിയ പ്രതികരണമാണ്. പ്രതികരണത്തിൽ ഈ മരിച്ച ബിന്ദു ആ കെട്ടിടത്തിനുള്ളിൽ ഉള്ളപ്പോൾ തന്നെയാണ് മന്ത്രിമാർ രണ്ടുപേരും വലിയ കുഴപ്പങ്ങളില്ല, ആരും ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞത്. പക്ഷേ അതിനുശേഷമാണ് അതിൽ ഒരാൾ ഉണ്ട് എന്ന് തിരിച്ചറിയുകയും പിന്നീട് തിരച്ചിൽ കണ്ടെത്തുകയും ചെയ്തത്. വലിയ വിമർശനമാണ് ഇതിൽ മന്ത്രിക്കെതിരെ, മന്ത്രി വീണ ജോർജിനും മന്ത്രി വി എൻ വാസവനുമെതിരെ ഉയർന്നു വരികയും ചെയ്തത്. വലിയ നിരുത്തരവാദിത്വം മന്ത്രിമാരുടെ ഭാഗത്തുനിന്നുണ്ടായി. പ്രത്യേകിച്ച് ഒരു കെട്ടിടം തകരുമ്പോൾ അതിൽ ആരെങ്കിലും ഉണ്ടോ, രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാതെ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ തന്നെ മുഖം രക്ഷിക്കാനാണ് ശ്രമിച്ചതെന്നാണ് പ്രതിപക്ഷം കുറ്റപ്പെടുന്നത്. പ്രത്യേകിച്ച് KPCC പ്രസിഡന്റ് ഇന്നലെ നടത്തിയ ഒരു പ്രസ്താവന, അദ്ദേഹം പറയുന്നത് ഇതൊരു നരഹത്യയാണ്. നരഹത്യക്ക് പൂർണ്ണ ഉത്തരവാദിയും ഈ മന്ത്രി വീണ ജോർജും വി എൻ വാസവൻ നടത്തുന്ന സർക്കാരുമാണ്. അതുകൊണ്ട് ഇതിന് സർക്കാരിന്, വീണ ജോർജിന് ഇതിൽ നിന്നും മുഖം രക്ഷിക്കാനല്ലാതെ ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഇതിന്റെ ഉത്തരവാദിത്വം ധാർമ്മികമായി ഏറ്റെടുക്കണം, രാജിവെക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. മന്ത്രി വീണ ജോർജിന്റെ രാജിക്കായുള്ള മുറവിളി ശക്തവുമാണ്. ഇന്നിപ്പോൾ പ്രതിഷേധ പരിപാടികൾ, മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് വിവിധ സംഘടനകളാണ് മാർച്ച് തീരുമാനിച്ചിട്ടുള്ളത്. രാവിലെ 10:30 BJPയുടെ മാർച്ച് ഔദ്യോഗിക വസതിയിലേക്ക്, മന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ തൈക്കാട് ഹൗസിലേക്കുണ്ട്. അതിനുശേഷം RSPയുടെ യുവജന സംഘടന RYF പ്രതിഷേധ മാർച്ച് തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷം മഹിളാ കോൺഗ്രസ് 12 മണിക്ക് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തും. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് യൂത്ത് ലീഗ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ പ്രഖ്യാപിച്ച സമരങ്ങളാണ്. അല്ലാതെ മന്ത്രിയെ വഴിയിൽ കരിങ്കൊടി കാണിക്കുക, മന്ത്രിയെ വഴിയിൽ തടയുക തുടങ്ങിയ സമരങ്ങൾ നടത്തുമെന്ന KSUവും യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും അടക്കമുള്ള പ്രതിപക്ഷ യുവ
യുവജന വിദ്യാർത്ഥി സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് അപ്രതീക്ഷിതമായി ഉണ്ടായേക്കാം. നമുക്കറിയാം മുഖ്യമന്ത്രിക്ക് എതിരായ കരിങ്കൊടി പ്രതിഷേധമൊക്കെ ഇന്നലെ ഉണ്ടാവുകയും ചെയ്തു. സമാനമായ പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകാനുള്ള സാധ്യത പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മന്ത്രിക്ക് പോലീസിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയും കൂടുതൽ വാഹനങ്ങളും ഇതിനായി സജ്ജീകരിച്ചിട്ടുണ്ട്. നേരത്തെ വി ശിവൻകുട്ടിക്കെതിരെ പ്രതിഷേധ സാധ്യത കണക്കെടുത്ത് ഒരു പോലീസ് വാൻ തന്നെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് മന്ത്രിയുടെ എല്ലാ പരിപാടിയിലും മന്ത്രിയെ അനുഗമിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് മന്ത്രി വീണ ജോർജിനും ഈ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും കനത്ത സുരക്ഷയിലാണ് മന്ത്രി ഇപ്പോഴുള്ളത്. ലക്ഷ്മി.